ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. സാജിറ്റേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ് ഇത് പക്ഷേ ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മെമ്പർ ആവാം. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവരുടെ ആക്ഷൻ ഫ്യൂച്ചറിലുണ്ടാവുക, എന്താണ് അവരുടെ ഇൻറ്റൻഷൻസ് ഉള്ളത്, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് എന്താ പറയണമെന്ന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ പോയി നോക്കാം. അപ്പോൾ സാജിറ്റേറിയസ് എന്താണ് നിങ്ങളുടെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 4 ഓഫ് കപ്സ്. എന്താണ് ഇവിടെ നിങ്ങളുടെ രണ്ടാളുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ, പാസ്റ്റിൽ എന്താ ഉണ്ടായേ, നിങ്ങളുടെ ഇടയ്ക്ക് എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, എന്താണ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ എന്താണ്, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും, എന്താണ് ഔട്ട്കം. അപ്പോൾ സാജിറ്റേറിയസ് ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഒരു കുറേ പാഷൻ്റെ എനർജിയാണ്, ട്രാവൽഡ് എനർജി ഉണ്ട്. പക്ഷേ എവിടെയോ ഒരു ഷുവർ അല്ല നിങ്ങൾ ഈ കണക്ഷനെ കുറിച്ച്. ഓക്കെ, എന്തോ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത മാതിരി ഒരു എനർജിയാണ് ഇത്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ മുമ്പേയും പറഞ്ഞാൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ മുമ്പേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിൽ നിങ്ങൾ ഇതുവരെ ഹീൽ ചെയ്തിട്ടില്ല, റിക്കവർ ചെയ്തിട്ടില്ല. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിങ്ങൾക്ക് എന്തോ ഒരു ബിട്രിയൽ മാതിരി തോന്നി, ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന പോലെ ഒരു ഫീലിംഗ്. എന്തായാലും അതുകൊണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ കുറച്ചൊരു പറഞ്ഞാൽ അത്രയും നിങ്ങൾ ഷുവർ അല്ല, ഒരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഇവിടെ തരാൻ താല്പര്യം ഇല്ല. ഓക്കെ, എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ പേഴ്സണിന് ട്രസ്റ്റ് വർത്തി ആണോന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിൻ്റെ എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇതുവരെ ഹീൽ ചെയ്തിട്ടില്ല. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 4 ഓഫ് കപ്സ് ആണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതല്ല വെച്ചാൽ അവർ കുറേ വെയിറ്റ് ചെയ്തിരിക്കണു നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ഒന്നും കമ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് അവരും ഒരു ബോർഡായി ഒരു ഫീലിംഗ് അവർക്ക് വരാൻ തുടങ്ങിയിരിക്കണു. അപ്പോൾ ടെമ്പറൻസ് എനർജിയാണ് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഫ്ലോയിൽ പോകണു, മുമ്പോട്ട് പോകണു. പക്ഷേ ടെമ്പറൻസ് നിങ്ങളുടെ എനർജിയുമാണ് സാജിറ്റേറിയസ് എനർജി. ഇവിടെ എന്തോ ഹീലിംഗ് എനർജീസ് ഉണ്ട് ടെമ്പറൻസ് എനർജിയിൽ. 3 ഓഫ് സോഡ്സ് ഒരു ബ്രേക്കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ അതിന്ന് റിക്കവർ ചെയ്യാമെന്നാണ് നോക്കണത്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഇവിടെ 10 ഓഫ് സോഡ്സ്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ മുമ്പേയും ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അതല്ല വെച്ചാൽ റീസെൻ്റ്ലി എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. പാസ്റ്റിൽ ഞാൻ കാണുന്നത് സ്റ്റാർ എനർജിയാണ്. ഇതും ഹീലിംഗിൻ്റെ എനർജി തന്നെയാണ്, അക്വേറിയസ് എനർജി. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നു ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമെന്ന്, പക്ഷേ അതുണ്ടായില്ല. അപ്പോൾ ഇവിടെ ഞാൻ കുറേ ഒരു ടോക്സിക് എനർജിയാണ് കാണുന്നത്, കുറേ ഒരു അൺഹെൽതി എനർജി. പറഞ്ഞാൽ ഒരു ബിട്രിയൽഡ് എനർജി ആവാം. അതല്ല ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ, പക്ഷെ അവരൊന്നും
ചെയ്തില്ല, കമ്മിറ്റ് ചെയ്തില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങളിവിടെ ബിട്രേഡായി ഫീൽ ചെയ്യണേ. എന്തായാലും നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വേൾഡാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിരിക്കണു. ആൻഡ് ഇപ്പോൾ ഒരു പുതിയ തുടക്കമാണ് ഞാൻ കാണുന്നത്. ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഷുവർ അല്ല ആക്ച്വലി. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം അതുതന്നെയാണ് കാണുന്നത്. ഞാനൊരു പാസ്റ്റിൻ്റെ ഇഷ്യൂ കുറേ ഷോക്കിംഗ് ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടി. അത് ഇതുവരെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ പേഴ്സൻ്റെ ഫീലിങ്സ്, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി ആണ് ഞാൻ കാണുന്നത് അവരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അവർക്കൊരു പുതിയ തുടക്കം വേണം, ഒരു സ്റ്റേബിൾ എനർജി. പക്ഷേ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങിയാൽ മതി, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവരുടെ. കുറേ സ്ട്രെസ് ഉണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച്. ഇതിൽ നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലയെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഈ സിറ്റുവേഷനിൽ കുറേ കാഷ്വലായിട്ട് മതി എന്നാണ് നിങ്ങളുടെ എനർജി. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ പേഴ്സണെ നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കുറേ സ്റ്റേബിൾ എനർജിയിലാണ്. നിങ്ങൾക്കൊരു സ്റ്റേബിൾ പേഴ്സണാണ് വേണ്ടത്. ഈ പേഴ്സൺ മാരിഡും ആവാം. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന ഈക്വൽ ലവ് വേണം, അതാണ് നിങ്ങളുടെ ഡിമാൻഡ് ഉള്ളത്. ഈ പേഴ്സൺ പക്ഷേ അതിന് വേണ്ടിയിട്ട് ഷുവർ അല്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. 2 of Swords. പ്രാക്ടിക്കലി അവർക്ക് തോന്നുന്നുണ്ടാവും ഇത് വർക്കൗട്ട് ചെയ്യില്ല. 4 of Swords, ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്, ഹീലിംഗിൻ്റെ എനർജി ഉണ്ട്, ചില ബ്ലോക്സ് ഉണ്ട് ഈ പേഴ്സൻ്റെ ഭാഗത്തിന്. അപ്പോൾ ആക്ഷൻ വൈസ് എംപ്രസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പോൾ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ മുമ്പോട്ട് പോകാനും തയ്യാറാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രൂഫ് വേണം. എന്താ ഈ പേഴ്സൺ ശരിക്കും കമ്മിറ്റ് ചെയ്യോ, ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തയ്യാറാണോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ധൃതി ഒന്നുമില്ല, മെല്ലെ മതി. ഈ പറഞ്ഞ ഈ പേഴ്സൻ്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട് വെച്ചാൽ അത് കൺഫ്യൂഷൻ തീർന്നിട്ട് മതി, കൺഫ്യൂഷൻ മാറിയിട്ട് മതി. അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ കുറേ ഹെസിറ്റേറ്റ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകാൻ തയ്യാറാവണേ. നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നും നോക്കുന്നുണ്ട്. ഈ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി, സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കണേ, അവരുടെ ലൈഫിൽ ആരൊക്കെയാണ്, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ഡെത്ത് എനർജിയാണ്. എന്തോ ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ സഡൻലി നിങ്ങളുടെ അടുത്തേക്ക് വരണു, ഒരു ഓഫർ കൊണ്ടുവരണു. കുറേ സ്റ്റേബിൾ എനർജിയാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഒരു പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ഹൈ പ്രീസ്റ്റസ്, ഒരു സെപ്പറേഷൻ കഴിഞ്ഞ ഒരു റീകൺസിലിയേഷൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, നെഗറ്റീവ് എനർജീസ് ഉണ്ട്, ചില അറിയാത്ത ബ്ലോക്സ് ഉണ്ട്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. നിങ്ങൾ പോകണത് ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ്. ഞാൻ കാണുന്നത് ഈ വാട്ടർ സൈൻ, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ആണ് വെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ഓഫർ കൊണ്ടുവരും. പക്ഷെ എന്തോ അവർ ഒളിപ്പിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തിന് എന്തോ ശരിയല്ലാത്ത ഒരു എനർജി ഉണ്ട്. അവരുടെ ലൈഫിൽ വേറെ ആൾക്കാരും ഉണ്ട്, അവരത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒറക്കിൾ മെസ്സേജ് പറയണത് എന്താ വെച്ചാൽ റീകൺസിലിയേഷൻ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ട്. പക്ഷേ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഈ പേഴ്സൺ പറയണതൊക്കെ വിശ്വസിച്ചുകൂടാ. ഓക്കെ, അപ്പോൾ ഇതാണ് മെസ്സേജ്. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് കുറേ വാട്ടർ സൈൻസ് ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോൾ ഇതാണ് റീഡിംഗ്. കമൻറ്റ് ചെയ്ത് ഇതെങ്ങനെ റെസൊനേറ്റ് ചെയ്ത് എന്ന് പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.